ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പ് എത്ര പെട്ടെന്നാലേ കഴിഞ്ഞു പോണേ. ഇന്നിപ്പോൾ ഇതാ 18ാമത്തെ നോമ്പ് കഴിഞ്ഞു. നാളെ ഇനിയിപ്പോൾ 19ാമത്തെ നോമ്പ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം കുറച്ച് നമ്മുടെ ഈ ബജി മുളക് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാപ്പ 1 കിലോ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് 2, 3, 4 ദിവസമായിട്ട് അങ്ങ് എടുത്ത് തീർക്കായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്ന് നല്ലോണം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പാത്തുവിന് ചെറിയ പനിയുടെ ലക്ഷണമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആള്, വെള്ളത്തിൽ വീണ കോഴീനെ പോലെ. അതുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ബജി ആക്കാമെന്ന് കരുതി. കൂട്ടത്തിൽ ഇത് ഒരു ചമ്മന്തി വെച്ചിട്ടുള്ള ഒരു ഐറ്റവും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നടു കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു അരിയൊക്കെ എടുത്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ നല്ല എരിവ്, ചിലപ്പം ചിലതിന് നല്ല എരിവ് ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ടോ ചെയ്യണം കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ടല്ലോ, പിന്നെ അത് മാറാൻ ഞാൻ എത്ര നേരം ഇരുന്നെന്നറിയാമോ. പൊള്ളി അങ്ങ് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഗ്ലൗസ് ഇടാനായിട്ട് ഞാനത് മറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടിട്ട് എണ്ണ പോലും തേച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ എണ്ണ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്ന് കീറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പിന്നെ പുതിനയും മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചമ്മന്തി പരുവാക്കി എടുത്തിട്ടുണ്ട്. ചിലവർ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നവരുണ്ട്. എനിക്ക് പിന്നെ ഈ ഒരു ചമ്മന്തി പരുവാണ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാനത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് ഞാൻ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി ഞാൻ ഒരു 5-6 മാത്രമേ ഞാൻ ചമ്മന്തിയിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് സാധാ നമ്മുടെ ബജി പോലെ ഉണ്ടാക്കുന്ന രീതിക്ക് വറുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ മാവ് റെഡി ആക്കിയപ്പോഴത്തേക്കിനും അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇത് വെക്കുമ്പോഴാണ് അറിഞ്ഞത്. പിന്നെ കുറച്ചും കൂടെ നമ്മുടെ കടലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അത് ഹാർഡാക്കി എടുത്തു. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുക്കി പൊരിക്കാൻ എളുപ്പമായിരിക്കും. അത് ഞാൻ ഒരു റീലിൽ കണ്ടതാണ് കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിലൊക്കെ ആകെ മൊത്തം ആവും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതിനകത്തേക്ക് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കോട്ടിങ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ ബാക്കി ഉള്ളതൊക്കെ വറുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നെടുകെ കീറി, രണ്ടായിട്ട് പൊളന്നിട്ടില്ല, നെടുകെ ഒന്ന് ജസ്റ്റ് കീറിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് അരിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു ചമ്മന്തി ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു മുട്ട ചമ്മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു മുട്ടയുടെ ഫില്ലിങ്സ് പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള എക്സസ് ഒക്കെ ഞാനൊന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ ഈ ഒരു ബാറ്ററിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പം ഫുള്ളി അതായത് എക്സസ് ആയിട്ട് ഒന്നും പോകത്തില്ല, നമ്മുടെ കയ്യിലും ആവില്ല. ഇതേപോലെ ഫുള്ളി അതിനകത്തേക്ക് മുങ്ങി നല്ല രീതിക്ക് കോട്ട് ചെയ്തിട്ട് വരുന്നുണ്ടാവും കേട്ടോ. കുറച്ചും കൂടെ തിക്ക് മാവാണെങ്കിൽ ഫുള്ളി നല്ല രീതിക്ക് കോട്ടായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ ഞാൻ ആ ഒരു എണ്ണയിലിട്ട് വറുത്തെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എണ്ണയൊന്നും ഇല്ലാത്തൊരു സംഭവം കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു എഗ് സാൻഡ്വിച്ച് ഉള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും റീലിൽ കണ്ടേക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം അതിങ്ങനെ ഓംലേറ്റ് ഒക്കെ ആക്കി അടിയിൽ ബ്രെഡ് വെച്ച്, എന്നിട്ട് ഓംലേറ്റ് ആദ്യം ചുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക. അതിനകത്തേക്ക് ഒരു സോസ് ഉണ്ടാക്കി അതും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ വെജീസ് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, അതായത് ഞാനിവിടെ ഇപ്പം ടൊമാറ്റോയും ക്യാപ്സിക്കവും പിന്നെ ക്യാബേജും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചീസും കൂടെ ചേർത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നമ്മുടെ ഈ പെപ്പർ ഉണ്ടല്ലോ, ചിലവർക്ക് എരിവ് ഇഷ്ടപ്പെടുന്ന കാരണം കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്യാം. ഒരു പിസ്സ സാൻഡ്വിച്ച്, എഗ് പിസ്സ സാൻഡ്വിച്ച് എന്നാണ് സംഭവത്തിൻ്റെ പേര്. എന്നിട്ട് ഇതിട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് വരുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 പീസസ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുന്ന പോലെ ജസ്റ്റ് കഴിക്കാം. ഒരു പിസ്സയുടെ ടേസ്റ്റും ഉണ്ടാവും, സാൻഡ്വിച്ച് ആണ്, എണ്ണയും വേണ്ട, നല്ല സുഖത്തിൽ കഴിയുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഇക്കാക്ക് കൊടുത്തുവിടാനാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ 2 ഇക്കാക്കും പിന്നെ ഒരു 2 ആ ഒരു ഫില്ലിങ്സ് വെച്ച ആ ഒരു മുളക് ബജിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈം ഉണ്ടല്ലോ, അപ്പോൾ അത് കലക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പഞ്ചസാര ഇട്ട് ഇളക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് തന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ പഞ്ചസാര ഇട്ട് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ച് പേസ്റ്റല്ല അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര സെപ്പറേറ്റ് ചേർത്ത് അലക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ചേർക്കും. അതിനകത്തേക്ക് തന്നെ ഒരു 2 നാരങ്ങ
പിഴിഞ്ഞും കൂടെ ഒഴിച്ചു. ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് ഈ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും നാരങ്ങ വെള്ളം കുടിക്കലും. ഉമ്മാക്കും വാപ്പാക്കും നിർബന്ധമാണ്. എനിക്ക് പക്ഷേ ഞാൻ പുറകോട്ടാ കേട്ടോ. എനിക്ക് ഈ നാരങ്ങ വെള്ളം നോമ്പ് തുറന്നിട്ട് കുടിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ അവർക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അത് സെറ്റാക്കി വെക്കും. പിന്നെ ഞാൻ കുറച്ച് ഗ്രേപ്സ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ എടുത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ നോമ്പ് തുറയിലെ റെസിപ്പീസൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.